ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇത് മൂകാംബികയിലെ ലാസ്റ്റ് വ്ളോഗാണ്. ഇനി ബാക്കി വ്ളോഗ്സൊക്കെ നമുക്ക് കോഴിക്കോട് എത്തിയതിന് ശേഷം കാണാം കേട്ടോ. ഇന്നാണ് വാവേൻ്റെ ചോറൂണ് ഡേ. അപ്പോൾ ഇതേ നാട്ടിൽ നിന്ന് ഏട്ടൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, അച്ഛൻ വന്നിട്ടുണ്ട്. ഇവരൊരു 9:30 ആയ സമയത്ത് റൂമിലെത്തിയായിരുന്നു. അപ്പോൾ ഇതേ ഞങ്ങളെല്ലാവരും റെഡിയായി അമ്പലത്തിലോട്ട് പോവാണ്. നമുക്ക് ഒട്ടും ടൈമില്ല. അരമണിക്കൂറിനുള്ളിൽ വാവൻ്റെ ചോറൂണ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങണം. കാരണം ഞങ്ങളുടെ കോഴിക്കോടിനേക്കുള്ള ട്രെയിന് 12 മണിക്കാണ്. അപ്പോൾ ഒരു 10:30 സമയമായപ്പോൾ ഞങ്ങളെല്ലാവരും റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ അതേ അമ്പലത്തിലോട്ട് പോവാണ്. ജസ്റ്റ് 2 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക്. ഒരു 11 മണിക്കെങ്കിലും നമുക്ക് ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിലേ 12 മണീൻ്റെ ട്രെയിന് കിട്ടുള്ളൂ. കാരണം ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ട് സ്റ്റേഷനിലേക്ക്. അപ്പം ഞങ്ങളുടെ ഫാമിലിക്ക് തൊഴാൻ പറ്റുമോ അറിയില്ല. ചോറൂണ് കഴിഞ്ഞതിന് ശേഷം തിരക്ക് കുറവാണെങ്കിൽ ഞങ്ങൾ തൊഴാൻ വേണ്ടി നിൽക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് പോവുകയായിരിക്കും ചെയ്യുക. അപ്പം ഞങ്ങളിതേ അമ്പലത്തിനകത്തോട്ട് കയറുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്തായിരുന്നു. ടൈം ഒട്ടും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ, വ്ളോഗ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് വീഡിയോസ് എടുത്തു. അമ്പലത്തിനകത്തോട്ട് കയറിയാൽ ഇടതുഭാഗത്തായിട്ടൊരു മണ്ഡപമുണ്ട്. അവിടെയാണ് ചോറ് കൊടുക്കുക. വാവൻ്റെ കൂടെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെയും കുഞ്ഞു മക്കളുണ്ടായിരുന്നു. ആദ്യം അമ്മയാണ് കൊടുക്കുക, പിന്നെ അതിന് ശേഷം അച്ഛൻ കൊടുത്തായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറൂണ് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോയി. ഇതാണ് മൂകാംബിക സ്റ്റേഷൻ. ചെറിയൊരു സ്റ്റേഷനാണ്, ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. 12-ന് 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയത്. പക്ഷേ ഞങ്ങൾ ട്രെയിന് ലേറ്റാണ്, അരമണിക്കൂർ ലേറ്റാണ്. 12:30 ആവും ട്രെയിൻ എത്താൻ. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യണം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ട്രെയിൻ മിസ്സായില്ലല്ലോ. അപ്പം ഞങ്ങളിതേ ലൈറ്റായിട്ട് ചായയും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് 6 മണിക്കൂറാണ് കോഴിക്കോടേക്ക്. അപ്പോൾ നമ്മൾ 12:30 കയറി കഴിഞ്ഞാൽ ഒരു 6:30 ഒക്കെ ആവുന്ന സമയത്ത് കോഴിക്കോട് എത്തും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. 3:30 ഒക്കെ ആവുന്ന സമയത്ത് മംഗലാപുരം എത്തും. ലഞ്ചിന് മംഗലാപുരം എത്തിയിട്ട് കഴിക്കും. 6 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇനി ബാക്കി വ്ളോഗ്സൊക്കെ നാട്ടിലെത്തിയതിന് ശേഷമായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെ കമ്പാർട്ട്മെൻറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ടാണ്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി നാട്ടിലെത്തിയിട്ട് കാണാം. സീ യു സൂൺ.